എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം NBFC ഉണ്ട്, അതായത് നമുക്ക് ബാങ്ക്സ് ഉണ്ട്, പേ ലേറ്റർ, അതായത് ഇപ്പോൾ ഒരു ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് PPI ഉണ്ട്, അതുപോലെ തന്നെ പേ ലേറ്റർ കാർഡ്സുകൾ, അതിന് PPI ഉണ്ട്, പേ ലേറ്റർ ആപ്സുകളുണ്ട്, ഓൺലൈൻ ലോൺസുകളുണ്ട്, ആപ്പ്, അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് ക്രെഡിറ്റ് കാർഡുകളുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ഒരു ബാങ്കുകളുണ്ട്, ഇപ്പോൾ പ്രൈവറ്റ് ബാങ്കുകളുണ്ട്, എന്താ പറയുക ഗവൺമെൻറ് ബാങ്ക്സുകളുണ്ട്, അങ്ങനെ പബ്ലിക് ബാങ്കുകളുണ്ട്, അങ്ങനെ കുറേ ടൈപ്പ് ബാങ്കുകളും അതുപോലെ തന്നെ ഇതുപോലത്തെ നമ്മുടെ എന്താ പറയുക ഫിനാൻഷ്യൽ സംഭവങ്ങൾ കുറേ ഉണ്ട്. അത് ആക്ച്വലി നിങ്ങൾ ആദ്യം ഒരു മെയിൻ കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഇതിൽ നിന്നൊക്കെ ഓരോ സർവീസ് എടുക്കുമ്പോൾ, അതായത് ലോൺ എടുക്കുമ്പോഴോ കാർഡ് എടുക്കുമ്പോഴോ എല്ലാത്തിനും അതൊരു RBI അപ്രൂവ്ഡ് ആയത്, അതായത് RBI രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നോക്കിയിട്ട് വേണം ആദ്യം എടുക്കുക. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് പേഴ്സണൽ ലോണൊക്കെ ഓൺലൈൻ ലോൺ ആപ്പുകൾക്ക് ഇഷ്ടം പോലെ ഫേക്സ്, അതുപോലെ തന്നെ എന്താ പറയുക രജിസ്റ്റേർഡ് ആവാത്ത ലോൺ ആപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചെടുക്കണം. എന്താ വെച്ചാൽ ഈ സാധനം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഇത് അപ്ലിക്കേബിൾ ആവുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ എതിരെ നമുക്ക് എങ്ങനെ നമുക്ക് RBI ഓംബുഡ്സ്മാൻ അല്ലെങ്കിൽ RBIയിൽ നമ്മൾ എങ്ങനെ ഇത് കംപ്ലയിൻറ്റ് കൊടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും RBIയിൽ നമുക്കിപ്പോൾ ഇതിന് മെയിൻ എക്സാമ്പിൾ നമുക്ക് വരേണ്ട കാര്യം എന്താ അറിയോ, നമ്മുടെ പേ ലേറ്റർ ആപ്സുകളെ കുറിച്ചാണ്, അതായത് പേ ലേറ്റർ കാർഡുകളും കുറിച്ചാണ്. ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾക്ക് അറിയായിരിക്കും RBIൻ്റെ സൈഡിൽ നിന്ന് ഒരു ബാനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഈ പേ ലേറ്റർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ പേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആക്ച്വലി അവർ നമ്മുടെ പേരിലൊരു പേഴ്സണൽ ലോൺ എടുക്കുകയാണ്. എന്നിട്ട് ആ ക്രെഡിറ്റ് ലിമിറ്റാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങളുടെ പേ ലേറ്റർ സംഭവത്തിൻ്റെ നമ്മുടെ സിബിലും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പേഴ്സണൽ ലോണായിട്ടാണ് എടുക്കേണ്ടാവുക. അപ്പോൾ ആക്ച്വലി പേഴ്സണൽ ലോൺ കുറേ പേഴ്സണൽ ലോൺ കഴിഞ്ഞാൽ സിബിലിനെ എഫക്റ്റ് ചെയ്യും, സിബിൽ നെഗറ്റീവ് എന്താ ഡിക്രീസ് ആവാനുള്ള ചാൻസും കുറേ കൂടുതലാണ്. അപ്പോൾ അത് ആക്ച്വലി ഇതിനൊരു ഇപ്പോൾ റീസെൻ്റ്ലി ഈ പ്രത്യേകിച്ച് RBIയുടെ ബാൻ വന്ന സൈഡിൽ നിന്ന് അതിന് ശേഷം വന്നിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ആക്ച്വലി നമ്മളിത് ക്ലോസ് ചെയ്യാൻ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആക്ച്വലി റിപ്ലൈയും തരില്ല, ക്ലോസും ചെയ്യില്ല, അങ്ങനെ കുറേ ഇഷ്യൂ ഇപ്പോൾ വരുന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ റീസെൻ്റ്ലി മൊബിവിക്കിൻ്റെ പേ ലേറ്റർ ആയിട്ടുള്ള മൊബിവിക് സിപ്പ് എന്ന സംഭവം ക്ലോസ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുത്തിട്ട് കുറേ പ്രാവശ്യം നമ്മൾ ഇതിനെ കുറിച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. ലാസ്റ്റ് ഇപ്പോൾ എന്നെ ക്ലോസ് ആയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി RBIയുടെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നെക്സ്റ്റ് ദിവസം തന്നെ സംഭവം ക്ലോസ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് നമ്മൾ RBIനെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കാണിക്കട്ടെ. ജസ്റ്റ് ശരിക്കും RBIൻ്റെ നമുക്ക് നമ്മുടെ ഗൂഗിളിൽ RBI കംപ്ലയിൻറ്റ് അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്കൊരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. RBIൻ്റെ സൈറ്റിൽ തന്നെ കിട്ടും. അതിൻ്റെ എന്താ പറയുക URL ഞാൻ അവിടെ കൊടുക്കാം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞാൽ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് അതിൽ ആക്ച്വലി ഒരു എന്താ പറയുക സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാങ്ക്സ് ആണെങ്കിൽ ബാങ്ക്സിൻ്റെ ഡീറ്റെയിൽസ്, NBFC ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, PPI ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അതിൽ സെപ്പറേറ്റ് ആയിട്ട് കാണാം. അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് RBIൻ്റെ ഓംബുഡ്സ്മാൻ എന്ന സംഭവം നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ RBIയുടെ ഓംബുഡ്സ്മാൻ്റെ ഇമെയിൽ IDയിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അപ്പോൾ അത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആക്ച്വലി നിങ്ങൾ ഇവരുടെ കസ്റ്റമർ കെയറിലൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് ഇവർ റിപ്ലൈ ഒന്നും തരുന്നില്ല, അല്ലെങ്കിൽ ഇവർ ക്ലോസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെയൊക്കെ നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൂഫ് ഉണ്ടായിരിക്കില്ല. അതായത് നിങ്ങളുടെ ഇമെയിൽ എന്താ പറയുക ഇമെയിലിൻ്റെ അവരയച്ച ഇമെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതൊക്കെ വെച്ചിട്ട് വേണം ആക്ച്വലി RBIൻ്റെ ഇമെയിലേക്ക് കംപ്ലയിൻറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ അവർ നമ്മുടെ കസ്റ്റമർ കെയറെ കോൺടാക്ട് ചെയ്തിട്ട് അവർ ഒരു സൊല്യൂഷൻ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്യുന്നത്. എന്നാലും അവർ ആക്ച്വലി ഇത് ഫോർവേഡ് എന്ന് വെച്ചാൽ ഇത് രജിസ്റ്റേർഡ് ആവുള്ളൂ കേസൊക്കെ, അതായത് കംപ്ലയിൻറ്റ് രജിസ്റ്റേർഡ് ആവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി ഇവരുടെ ത്രൂ തന്നെ അവർ എന്താ പറയുക കമ്പനിയിലേക്ക് മെയിൽ അയക്കുന്നുണ്ട്. അത് തന്നെ ആക്ച്വലി ധാരാളം. എന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി കേസിൽ മൊബിവിക്കിന് ഞാൻ പറഞ്ഞിരുന്നു, മൊബിവിക്ക് പേ ലേറ്റർ ഇവർ ട്വിറ്ററിലും എല്ലാത്തിലും നമ്മൾ ഇട്ടിട്ടും ഇവരൊരു ഓട്ടോമാറ്റിക് ജനറേറ്റർ റിപ്ലൈ മാത്രമേ തരുന്നുള്ളൂ, ബാക്കിയൊന്നും ഇവർ തരുന്നില്ല. ലാസ്റ്റ് ഞാൻ ആക്ച്വലി RBI ഓംബുഡ്സ്മാൻ്റെ ഇമെയിലേക്ക് കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ ഞാൻ ആക്ച്വലി ഇതിൻ്റെ പ്രൂഫും കാണണമെന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് നോർമൽ പോലെയാണ് കംപ്ലയിൻറ്റ് ചെയ്ത്. അപ്പോൾ അതിന് ആക്ച്വലി 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ RBIയുടെ സൈഡിൽ നിന്ന് റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് ഈ സാധനം എന്താ പറയുക നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുന്നില്ല. പക്ഷേ ഞങ്ങൾ ഓൾറെഡി മൊബിവിക്സിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് നോക്കിയിട്ട്. അതിന് നെക്സ്റ്റ് ദിവസം തന്നെ നമ്മുടെ മൊബിവിക്കിൻ്റെ സൈഡിൽ നമുക്ക് ആക്ച്വലി മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. വെച്ചാൽ നമ്മുടെ പേ ലേറ്റർ കാർഡ് എന്താ പറയുക ക്ലോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ആപ്പിൽ അത് കാണിക്കും. എന്ന് വെച്ചാൽ പേ ലേറ്റർ കാർഡ് ക്ലോസ് ആയിട്ട് തന്നെ കാണിക്കുന്നു പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി എൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മൊബിവിക്കിൻ്റെ വീഡിയോ കാണാത്തവരെ പോയി കണ്ടു നോക്കാം, ഞാൻ എന്തായാലും മുകളിൽ ലാസ്റ്റ് ഇടാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇതിൽ എല്ലാ പേ ലേറ്റർ ആപ്പിലും പറ്റില്ല, ലേസി പേ ആയാലും നിങ്ങൾക്ക് അറിയായിരിക്കും എല്ലാ പേ ലേറ്റർ ആപ്പിലും ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. അതായത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്, പക്ഷേ ക്ലോസ് ചെയ്യാൻ കുറച്ച് പാടുപെടുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ റിപ്ലൈ കാര്യങ്ങളൊന്നും കറക്റ്റ് തരില്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇത് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു സ്റ്റെപ്പല്ലേ, ക്രെഡിറ്റ് കാർഡ് തന്നെ നോർമൽ ക്രെഡിറ്റ് കാർഡ് തന്നെ ക്ലോസ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പെട്ടെന്ന് അതാവുന്നുണ്ട്. എന്താ വെച്ചാൽ പുതിയ RBIയുടെ റൂൾ പ്രകാരം 7 ദിവസത്തിൽ അത് ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ ബാങ്കിൻ്റെ സൈഡിൽ നമുക്ക് പെനാൽറ്റി നമുക്ക് കിട്ടും, ബാങ്കിന് പെനാൽറ്റി കിട്ടും. എന്ന് വെച്ചാൽ 7 ദിവസം കഴിഞ്ഞിട്ടുള്ള ഓരോ ദിവസവും 500 വെച്ച് ശരിക്കും കസ്റ്റമേഴ്സിന് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്ന് ക്ലോസ് ആവുന്നത്. ഞാൻ അപ്പോൾ തന്നെ നമ്മുടെ SBI കാർഡ് ക്ലോസ് ചെയ്തതിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി കറക്റ്റ് 7ാമത്തെ
ദിവസം നമുക്ക് ക്ലോസ് എന്താ പറയുക മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ക്ലോസ് ആയിട്ട് നമ്മുടെ ആപ്പിൽ നിന്നും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു 2 മാസം 1 മാസത്തിനുള്ളിൽ തന്നെ സിബിൽ റിപ്പോർട്ട് ആവുകയും ചെയ്യും. ഇപ്പോൾ ഇതേ സെയിം സ്ഥിതിയാണ് നമ്മുടെ പേ ലേറ്റർ കാർഡ് ആയാലും. ഇത് മെയിൻ ഇഷ്യൂ വരുന്നത് പേ ലേറ്ററിനാണ്. എന്ന് വെച്ചാൽ പേ ലേറ്റർ കാർഡാണ് ഇത് ക്ലോസ് ചെയ്യാൻ കുറച്ച് മടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ എൻ്റെ എല്ലാ പേ ലേറ്റർ കാർഡും ക്ലോസ് ചെയ്തിട്ട്, പേ ലേറ്റർ കാർഡ് ക്ലോസ് ചെയ്തിട്ടില്ല, പോസ്റ്റ് പേയ്മെൻറ്റിൽ. പിന്നെ യൂണിക് കാർഡ് ഞാൻ ക്ലോസ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ യൂണിക് കാർഡ് ഒരു ക്രെഡിറ്റ് കാർഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് പേയും സ്ലൈസ് എന്തായാലും ആവില്ല. എന്താ വെച്ചാൽ സ്ലൈസ് ഓൾമോസ്റ്റ് അവരെ ക്രെഡിറ്റ് ലൈൻ എന്ന സംഭവം മാറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ലൈസ് ഉപയോഗിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ക്ലോസ് ചെയ്യണം. എന്ന് വെച്ചാൽ അതോ സ്ലൈസ് എന്തായാലും ക്രെഡിറ്റ് കാർഡിലേക്ക് മാറാനുള്ള ഒരു ചാൻസും ഇല്ല, 99% ചാൻസ് ഇല്ല. അപ്പോൾ ബാക്കി എല്ലാ പേ ലേറ്റർ കാർഡ്സും പേ ലേറ്റർ ആപ്സും കാർഡ്സും ഒക്കെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ നമ്മൾ ക്ലോസ് ചെയ്തു, ഫ്രീ ചാർജിൻ്റെ ക്ലോസ് ചെയ്തു, നമ്മൾ പേ ലേറ്റർ ATMൻ്റെ പോസ്റ്റ് പെയ്ഡ് ക്ലോസ് ചെയ്തു, ഇതൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഈ സ്റ്റെപ്പ് തന്നെയാണ് വന്നത്. ഇതിപ്പോൾ എല്ലാം ക്ലോസ് ചെയ്യാനും ഇതേ സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ. ഞാൻ എല്ലാത്തിനെയും സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എക്സാമ്പിൾ തന്നെ ഇമെയിൽ അയക്കാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫോർമാറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് നമ്മുടെ റീസൺ കൊടുക്കുക, ഇവർ റിപ്ലൈ ചെയ്യുന്നില്ല പറഞ്ഞിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് RBIൻ്റെ ഞാൻ പറഞ്ഞ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ ഓൾറെഡി കാണും, അതിലേക്ക് മെയിൽ അയച്ചാലും മതിയിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് വേറെ സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഓൾറെഡി നിങ്ങൾ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കണ്ടു വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് അതിലും കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ആമസോൺ പേജ് കാണാത്തവർ പോയി കണ്ടു നോക്കുക. നിങ്ങൾ URL കണ്ടായിരിക്കും. ചെക്ക് ചെയ്തൊക്കെ മറക്കണ്ട. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ച് എളുപ്പമാക്കുള്ള വെബ്സൈറ്റ് തന്നെയായിരിക്കും. നമ്മളൊരു ഹോം പേജ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നോക്കാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടിയും ഹാപ്പി ഓണം. അപ്പോൾ സെലിബ്രേറ്റ് ആൻഡ് സ്റ്റേ സേഫ്. അപ്പോൾ ബൈ.